പ്രണയം ക്യാമ്പസിൻ്റെ നിറക്കൂട്ടുകൾക്കിടയിൽ സിരകളിൽ ഉന്മാദത്തിൻ്റെ ലഹരി പടർത്തുന്ന പ്രണയം. പ്രായത്തിനും നിറത്തിനുമപ്പുറം രണ്ടുപേർ തമ്മിലുണ്ടാവുന്ന ഏകാത്മകതയുടെ അന്തിമഭാവം പ്രണയം. പ്രണയം ഒരു താൽക്കാലിക അഭിനിവേശം മാത്രമാണോ? അറിയില്ല. എന്തായാലും എൻ്റെ പ്രണയം വ്യത്യസ്തമാണ്. നിന്നിലേക്ക് ഞാൻ അടുക്കാൻ ശ്രമിക്കും തോറും നീ എന്നിൽ നിന്നും അകലുകയായിരുന്നു. ഞാൻ എൻ്റെ പ്രണയത്തെ വല്ലാതെ ഭയപ്പെടുകയാണോ അതോ വെറുക്കുകയാണോ? പ്രണയം മനോഹരമായ വികാരമാണ്. മനസ്സിൻ്റെ ആഴത്തിലൊളിപ്പിച്ച് അതിമനോഹരമായ വികാരം. നിന്റെ സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ പകർന്നു നൽകിയത്. അസൂയയാണ് എനിക്ക്. നിന്റെ സ്നേഹം ചെന്നു ചേരുന്ന എന്തിനോടും അസൂയയാണ്. കൊഴിഞ്ഞു വീണ പുഷ്പത്തിൻ്റെയും അകലെ എങ്ങോ പെയ്തൊഴിയുന്ന കാർമുകിലിൻ്റെയും വേദന പോലും വിശ്വകാവ്യമാക്കുന്ന നീ എൻ്റെ പ്രണയം തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പിന്നാലെ നടന്ന് നേടുമ്പോഴല്ല, കൺകോണിലെ ചില തിടുക്കങ്ങൾ നാം അറിയാതെ തിരിച്ചറിയുമ്പോഴല്ലേ പ്രണയത്തിന് അനശ്വരത കൈവരുന്നത്. മറ്റൊരാളുടേതാണെന്നറിഞ്ഞിട്ടും നിന്നെ ആഗ്രഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം എൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകിയത് നീയാണ്. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. അറിയാതെ നമ്മൾ പ്രണയിച്ചു പോകും. കണ്ടുകൊണ്ടിരിക്കാൻ, ഒപ്പം നടക്കാൻ, കൊതി തീരെ സംസാരിക്കാൻ വല്ലാതെ കൊതിക്കും. അത് തിരിച്ചറിയുവാനോ അംഗീകരിക്കുവാനോ ഉള്ള മനക്കരുത്ത് ഇന്നും ഈ സമൂഹം നേടിയിട്ടില്ല. ആണിനും പെണ്ണിനും പോലും ഒരുമിച്ച് നടക്കാൻ കഴിയാത്ത ഈ സമൂഹത്തിൽ എങ്ങനെയാണ് കൂട്ടുകാരാ ഞാൻ മറ്റൊരാണിലാണ് എൻ്റെ പങ്കാളിയെ കാണുന്നതെന്ന് തുറന്നു പറയുന്നത്? ദൈവമോ പ്രകൃതിയോ സൃഷ്ടിച്ച് ശാരീരിക അതിർവരമ്പുകൾക്ക് മുകളിൽ, സദാചാരം എന്ന പേരിൽ മതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മതാചാരങ്ങൾക്കു മുകളിൽ, സ്ത്രീക്ക് സ്ത്രീയിലും പുരുഷന് പുരുഷനിലും സ്വന്തം ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ലോകം എന്നാണ് തുറന്നു കിട്ടുക? നിന്നെയോർക്കാതെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. പക്ഷേ ഈ സമൂഹത്തിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാത്തതിനാൽ ഞാൻ നിന്നോടുള്ള പ്രണയം പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. ഒന്നിനെ പ്രകൃതിജന്യവും മറ്റൊന്നിനെ പ്രകൃതി വിരുദ്ധവുമായി കാണുന്ന ഈ നശിച്ച സാമൂഹിക വ്യവസ്ഥ ഒരിക്കലും എൻ്റെ പ്രണയത്തെ അംഗീകരിക്കില്ല. എൻ്റെ തെറ്റായ തോന്നലാവും. കാരണം ഞാൻ തന്നെ ഒരു വലിയ തെറ്റാണ്. അതോ ശരിയിലേക്കുള്ളൊരു തെറ്റായ തുടക്കമോ?